ഹലോ വെൽക്കം എവരി വൺ. SLC ഫിസിക്സ് ചാപ്റ്റർ 1 സൗണ്ട് വേവ്സിന്റെ തേർഡ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വേവ് മോഷനെ കുറിച്ചാണ്. ഈ ഒരു ടോപ്പിക്കിന്റെ താഴെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് എന്താണ് വേവ് എന്നും വേവ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നും വേവിന്റെ ക്ലാസിഫിക്കേഷനും, ഈ ഒരു 3 ചെറിയ കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ എന്താണ് വേവ് മോഷൻ അല്ലെങ്കിൽ എന്താണ് വേവ് എന്ന് നമുക്ക് പഠിക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടാവുമല്ലോ നിങ്ങളുടെ ലൈഫിൽ, അല്ലെ? ഒരു സ്റ്റില്ലായിട്ടിരിക്കുന്ന വാട്ടറിലേക്ക് എന്ത് ചെയ്യും? ഒരു സ്റ്റോൺ എടുത്ത് ഡ്രോപ്പ് ചെയ്യും, അല്ലെ? ഒരു സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റും? അവിടെ ഒരു പാറ്റേൺ, എന്തോ ഒരു ഡിസ്റ്റർബൻസ് അതിലൂടെ ട്രാവൽ ചെയ്ത് പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ഉണ്ടാവും എപ്പോഴെങ്കിലും. ഓക്കെ, ഈ പോകുന്ന സാധനത്തിന്, ഈ പോകുന്ന ഡിസ്റ്റർബൻസിനെ, അല്ലെങ്കിൽ ഈ പോകുന്ന എനർജി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഈ പോകുന്ന എനർജിയാണ് എന്തെന്ന് പറയുന്നത്? വേവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ വേവ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് നമ്മളൊരു സ്റ്റോൺ എടുത്തിട്ട് ഒരു വാട്ടറിൽ ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു വേവ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സാമ്പിൾ നിങ്ങളൊന്ന് കണ്ടു നോക്കി. അതായത് ഇതിനെ പറയുന്നത് മെക്സിക്കൻ വേവ് എന്നാണ് പറയുന്നത്. നമ്മൾ ഗാലറിയിലൊക്കെ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കാണുന്ന സമയത്ത് ആൾക്കാർ ഇതുപോലെ വേവ് കാണിച്ചത്, ഈ വേവിനെയാണ് മെക്സിക്കൻ വേവ് എന്ന് പറയുന്നത്. ഗാലറിയിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് ഇതുപോലെ വേവ് ഫോം ചെയ്യും. ഓക്കെ, ഇതിന് വേവ് എന്ന് പറയാനുള്ള കാരണം ആ ഒരു സ്റ്റൈലാണ് ഇവിടെ ഉണ്ടാവണം, അതുകൊണ്ടാണ് വേവ് എന്ന് ഇതിനെ വിളിക്കുന്നത്. ഇതിന് മെക്സിക്കൻ വേവ് എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ വേവ് ഉണ്ടാവാനുള്ള കാരണം എന്താ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ എന്തായിരിക്കും ഈ വേവ് ഉണ്ടാവാനുള്ള കാരണം? അതില് ഇവരെല്ലാ ഗ്രൂപ്പ്, അതായത് പല ഗ്രൂപ്പുകളാണല്ലോ ആ സ്റ്റേജിൽ ഇരിക്കുന്ന പല സെറ്റ് ഓഫ് ആൾക്കാർ തീരുമാനിക്കുകയാണ്, ഞങ്ങൾ കുറച്ച് ഗ്രൂപ്പുകാർ ആദ്യം എഴുന്നേക്കും, എന്നിട്ട് ഇരിക്കും. ഇവരിയ്ക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? അടുത്ത ഗ്രൂപ്പുകാർ എഴുന്നേക്കും. ഇവരെഴുന്നേറ്റിരിക്കുമ്പോൾ തന്നെ അടുത്ത ഗ്രൂപ്പുകാർ എഴുന്നേറ്റിരിക്കും. ഇങ്ങനെ ആൾക്കാർ മാറി 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 ഇരിക്കുകയും എഴുന്നേക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലൊരു ഡിസ്റ്റർബൻസ് പാസ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നത്. വേവും ഇതുപോലെ തന്നെയാണ് ട്രാൻസ്ഫർ ആവുന്നത്. വേവ് ട്രാൻസ്ഫർ ആവുന്നത് എങ്ങനെയാണെന്നറിയോ? ഇതുപോലെ ഇവിടെ ആൾക്കാരല്ലേ പറഞ്ഞത്, ഇവിടെ ആൾക്കാരെ പോലെ അതിനകത്തുള്ള പാർട്ടിക്കിൾ. വേവിൽ ഇപ്പൊ ഒരു മീഡിയം, ഇപ്പൊ വാട്ടർ ആണെങ്കിൽ അതൊരു വാട്ടറിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവുമല്ലോ, അതുപോലെ ഏത് മീഡിയം എടുത്താലും അതിനകത്ത് പാർട്ടിക്കിൾ ഉണ്ടാവില്ല. ഈ പാർട്ടിക്കിൾ ഇതുപോലെ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് വേവ് ഉണ്ടാവുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു എക്സാമ്പിളോട് കാണിച്ചു തരാം. കണ്ടോ, ഇത് കണ്ടോ? ഇതൊരു കൈൻഡ് ഓഫ് വേവ് ആണ്, അല്ലെ? നോക്കി, കണ്ടോ ഇവിടെ വേവ് എങ്ങനെ ഉണ്ടായേ? നമ്മളിപ്പോ ഈ വേവ് കാണണമെങ്കിൽ നമ്മളൊരു കയറോ ഒരു റോപ്പ് എന്ത് ചെയ്താൽ മതി? ഒരു വിൻഡോയിലോ എവിടെയെങ്കിലും ഒന്ന് കെട്ടിയിട്ട് നമ്മൾ പിടിച്ചു വലിക്കുക, എന്നിട്ട് ഒരെൻഡി പിടിച്ചൊന്ന് പൊക്കവും താത്തും ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വേവ് നമുക്ക് ഫോം ചെയ്യണ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ അതിൽ ഓരോ പാർട്ടിക്കിൾ നോക്കി, അതിൽ ഓരോ പാർട്ടിക്കിൾ ഞാൻ ആ ബബിള് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഓരോ പാർട്ടിക്കിളാണ്. അതിൽ ഓരോ പാർട്ടിക്കിൾ നോക്കി, ഈ പാർട്ടിക്കിൾ എന്താ ശരിക്കും ചെയ്തുകൊണ്ടിരിക്കണേ? അവൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണ്ടോ? ഇല്ല, അവൻ വൈബ്രേറ്റ് ചെയ്യണുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ അവൻ ഓസിലേറ്റ് ചെയ്യണുള്ളൂ. കണ്ടോ, അവനൊന്ന് മുകളിലേക്കും താഴേക്കും എന്ത് ചെയ്യണുള്ളൂ? മൂവ് ചെയ്യണുള്ളൂ. പക്ഷെ അവിടെ എന്താ ഉണ്ടാവണത്? ഒരു ഡിസ്റ്റർബൻസ് അങ്ങനെ പാസ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ അവിടെ ഒരു വേവ് റൈറ്റിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് മൈൻഡിൽ ഇരുന്നോളാം, കാരണം മുന്നോട്ട് നമുക്ക് ഇത് ആവശ്യമുണ്ട്, ഈ 2 എക്സാമ്പിൾ കേട്ടോ. അപ്പൊ ഈ എക്സാമ്പിൾ കണ്ടല്ലോ. ഇനി ഇത് വേറൊരു ടൈപ്പ് ഓഫ് വേവ് ആണ്. കണ്ടോ, ഇവിടെ എങ്ങനെ വേവ് ഉണ്ടായെന്ന് നോക്കി. ഇവിടെയും പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യണുള്ളൂ, അല്ലെ? നിങ്ങൾ അതിനകത്ത് ഓരോ റൗണ്ടും ഓരോ ടേണും എടുത്തു നോക്കി. അവരൊന്നും മുന്നോട്ടും പുറകോട്ടും മൂവ് ചെയ്യണുള്ളൂ, അല്ലാണ്ട് ഇവിടെ നിന്ന് ഒരു ടേൺ ഒരിക്കലും അങ്ങോട്ട് പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അതൊന്നും മുന്നോട്ടും പുറകോട്ടും മൂവ് ചെയ്യണം. അതിനകത്ത് ഒരാളെ നോക്കാം, അവൻ എന്താ സംഭവിക്കണേ നോക്കാം. അതിനകത്ത് ഒരു ടേണിന് എന്താ സംഭവിക്കുന്നത്? അവനൊന്ന് മുന്നോട്ടും പോവും, പുറകോട്ടും പോവും. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ? ഒരു എനർജി ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ആവുന്നതായിട്ടാണ്. ഇതാണ് വേവിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് വേവ് എന്നുള്ളത് ഒന്ന് നിങ്ങളുടെ നോട്ടിൽ എഴുതി വെക്കുക. വേവ് മോഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ഓഫ് മീഡിയം ടു അതർ പാർട്ട്, അല്ലെ? വേവ് മോഷൻ, ഈ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് പ്രൊപ്പഗേഷൻ എന്നൊരു വാക്ക് വേണേ ഉപയോഗിക്കാം കേട്ടോ. വേവ് മോഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് എനർജി, അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ ഓഫ് എനർജി. ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട്, ഒരു മീഡിയത്തിന്റെ ഒരു പാർട്ടിൽ നിന്ന്, ഫ്രം വൺ പാർട്ട് ഓഫ് എ മീഡിയം ടു അതർ പാർട്ട്, മീഡിയം ടു അതർ പാർട്ട്. എങ്ങനെയാണ് ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? ത്രൂ ഓസിലേഷൻ, ത്രൂ വൈബ്രേഷൻ, അല്ലെ? വൈബ്രേഷൻ കാരണമായിട്ട് പാർട്ടിക്കിള് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യണമുണ്ട് കേട്ടോ. ത്രൂ വൈബ്രേഷൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഓസിലേഷൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ത്രൂ ഓസിലേഷൻ. ഇത് വേവ് മോഷന്റെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ആണ്. ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ബ്രാക്കറ്റിലൊന്ന് മംഗ്ലീഷിലൊന്ന് എഴുതി വെക്കുകയാണെന്നല്ല, ഇംഗ്ലീഷും മലയാളമൊക്കെ മിക്സ് ചെയ്തിട്ട് എങ്ങനെയാണ് പാർട്ടിക്കിള് വൈബ്രേറ്റ് ചെയ്യുന്നു, അല്ലെ? പാർട്ടിക്കിള് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ
എന്ത് ട്രാൻസ്ഫർ ആവുന്നു? ഈ എനർജി ട്രാൻസ്ഫർ ആവുന്നു. വെരി സിമ്പിൾ ഐഡിയ അതാണ് അല്ലെ. പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എനർജി ട്രാൻസ്ഫർ ആകുന്നതാണ് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി അതൊന്നുകൂടി ഭംഗിയാക്കലാണ് അല്ലെ. ഒരു മീഡിയത്തിലെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ there is a transfer of energy from one part of medium to other part. It is known as wave motion. അതിന് എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. എപ്പോഴാ? when stone dropped into water അല്ലെ. വേവ് ഫോംഡ് when, എക്സാമ്പിൾ ആയിട്ട് കൊടുത്തോട്ടാ. വേവ് ഫോംഡ് when stone dropped to water. Stone dropped to water. വാട്ടറിലേക്ക് ഒരു സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് കാണാം? ഒരു വേവ് ഉണ്ടാവുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് ഒരു റോപ്പ് അല്ലെ, ഒരു റോപ്പിന്റെ ഒരു സൈഡ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ നമുക്ക് വേവ്, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ. എഴുതിക്കോ. വേവ് ഫോംഡ് ബൈ ഷെയ്ക്കിംഗ് വൺ സൈഡ് ഓഫ് റോപ്പ്. ഒരു റോപ്പിന്റെ ഒരു സൈഡ് നമ്മൾ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകണ വേവ്. ഇതെല്ലാം വേവിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് വേവ് മോഷൻ എന്ന് പഠിച്ചു. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് വേവ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് വേവ്. എങ്ങനെ വേവിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം? ക്ലാസിഫിക്കേഷൻ ഓഫ് വേവ്. ഈ വേവിന്റെ ക്ലാസിഫിക്കേഷൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ടൈപ്പ് 1 വേവിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ബേസ് ചെയ്യുന്നത്, അതായത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ മീഡിയം റിക്വയർഡ് ഓർ നോട്ട്. ഇതിന് ട്രാൻസ്ഫർ ആവാൻ ഒരു മീഡിയം വേണോ വേണ്ടയോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാവണോ എഴുതുക. വെദർ എ മീഡിയം റിക്വയർഡ് ഓർ നോട്ട്, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ടൈപ്പ് 1 എന്ന് പറയുന്നത് കേട്ടോ. വെദർ എ മീഡിയം റിക്വയർഡ് ഓർ നോട്ട്. റിക്വേർഡ് ഓർ നോട്ട്, ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നമ്മള് ലൈറ്റ് എടുക്കുകയാണെങ്കിൽ, ലൈറ്റ് സ്പേസിലൂടെയൊക്കെ ട്രാവൽ ചെയ്തിട്ടാണല്ലോ എർത്തിൽ എത്തുന്നത് അല്ലെ. അതായത് സ്പേസിൽ ഏതാ മീഡിയം? സ്പേസിൽ വാക്കുമാണ്, ഒരു മീഡിയം ഇല്ല. സ്പേസിൽ എയർ ഇല്ല, വാട്ടറിൽ ഒരു മീഡിയം ഇല്ല. അപ്പൊ അതിലെ ലൈറ്റിന് കടന്നു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ലൈറ്റിന് പോകാനായിട്ട് ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല അല്ലെ. മീഡിയം ആവശ്യമായിരുന്നെങ്കിൽ ലൈറ്റ് ഇവിടെ എത്തില്ലായിരുന്നു, കാരണം ഈ സ്പേസിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ബട്ട് സൗണ്ടിന്റെ കേസ് അങ്ങനെയല്ല. സൗണ്ടിന് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു മീഡിയം വേണം. ആ മീഡിയം എന്തോ ആവും, എയറോ വാട്ടറോ വുഡോ മെറ്റലോ എന്തെങ്കിലും ഒരു മീഡിയം ആവാം. ഒരു മീഡിയം ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സ്പേസിൽ ചെല്ലുമ്പോൾ അവര് റേഡിയോ ഡിവൈസ് വെച്ചിട്ടാണ് ആളുകൾ സംസാരിക്കുന്നത്. കാരണം അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാൾ സംസാരിക്കണം മറ്റൊരാൾക്ക് കേൾക്കാൻ പറ്റില്ല. കാരണം സൗണ്ട് വേവിന്റെ കേസിൽ അതിനെന്ത് വേണം? ഒരു മീഡിയം വേണം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ പ്രത്യേകത? ഈ വേവിന് ട്രാൻസ്ഫർ ചെയ്യാൻ മീഡിയം ആവശ്യമില്ല. മീഡിയം നോട്ട് റിക്വേർഡ്. ഈ വേവിന് ട്രാൻസ്ഫർ ചെയ്യാൻ മീഡിയം ആവശ്യമില്ല. ഏതൊക്കെയാണെന്ന് എഴുതിക്കോ. നമ്മൾ കാണുന്ന ലൈറ്റ്, വിസിബിൾ ലൈറ്റ്, വിസിബിൾ ലൈറ്റ് ഇതിൽ വരുന്നതാണ്. അതുപോലെ എക്സ്റേ, എക്സ്റേ, യു വി റേ, ഇതെല്ലാം ഇതിന് എക്സാമ്പിളാ. യു വി റേ, യു വി റേ, പിന്നെ വരുന്നത് ഗാമ, ഗാമ റേ, ഗാമ റേഡിയേഷൻ എക്സാമ്പിൾ ആണ്. അതുപോലെ പിന്നെ പറയാൻ പറ്റുന്നതാണ് റേഡിയോ വേവ്, റേഡിയോ വേവ്, മൈക്രോവേവ്. ഇതെല്ലാം മീഡിയം ആവശ്യമില്ലാത്ത വേവ്, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് എക്സാമ്പിൾ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വരുന്നതാണ് ഇതൊക്കെ. വിസിബിൾ ലൈറ്റ്, എക്സ്റേ, യു വി റേ ഒക്കെ. ഓക്കെ, അതാ വലിയ കാറ്റഗറിയിലെ ചെറിയ ചെറിയ സബായിട്ട് വരുന്നതാണ് ഈ പറയുന്ന ഓരോ റേഡിയേഷനുകളും. ഇനി അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് മീഡിയം ആവശ്യമില്ല. ഇനി അടുത്തത് കൊടുക്കേണ്ടത് മീഡിയം ആവശ്യമുള്ളതാണ്. അതിനെ വിളിക്കുന്നതാണ് മെക്കാനിക്കൽ വേവ്. മെക്കാനിക്കൽ വേവ്. എന്താണ് ഈ മെക്കാനിക്കൽ വേവിന്റെ പ്രത്യേകത? മെക്കാനിക്കൽ വേവിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, ട്രാൻസ്ഫർ ചെയ്യാൻ മീഡിയം ആവശ്യമാണ്. മീഡിയം റിക്വേർഡ് ആണ്. അതിനൊരു എക്സാമ്പിൾ ആണ് സൗണ്ട് വേവ്സ്. സൗണ്ട് വേവ്സ്. പിന്നെ നമ്മൾ കല്ല് വെള്ളത്തിലിടുമ്പോൾ ഉണ്ടാവുന്ന വാട്ടർ വേവ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ മീഡിയം ആവശ്യമുള്ളതാണ്. അപ്പൊ മെക്കാനിക്കൽ വേവും പറഞ്ഞു, നമ്മൾ എന്തും പറഞ്ഞു, ഇലക്ട്രോമാഗ്നറ്റിക് വേവും പറഞ്ഞു. ഇനി രണ്ടാമത്തെ കാറ്റഗറി ആണ് ടൈപ്പ് 2.
രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വൈബ്രേറ്റ് ചെയ്യുന്ന ഡിറക്ഷൻ വെച്ചിട്ടാണ്. ഇതെങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇത് എങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു എന്നതിനെ വെച്ചിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ കേട്ടോ. ഡയറക്ഷൻ ഇൻ വിച്ച് പാർട്ടിക്കിൾ വൈബ്രേറ്റ് അല്ലെങ്കിൽ ഓസിലേറ്റ്. ഡയറക്ഷൻ ഇൻ വിച്ച് പാർട്ടിക്കിൾ ഓസിലേറ്റ്. പാർട്ടിക്കിൾ എങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു എന്നതിനെ അല്ലെങ്കിൽ എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. അതിനകത്ത് ആദ്യം വരുന്ന ടൈപ്പാണ് ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവ്. ഓക്കെ, ഇതിനാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു വീഡിയോ കാണിച്ചില്ലായിരുന്നോ? ഒരു വേവ് ഉണ്ടാവുന്ന വീഡിയോ കാണിച്ചില്ലേ? അത് നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. അതായത് ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ ഈ പാർട്ടിക്കിൾ എങ്ങനെയാ വൈബ്രേറ്റ് ചെയ്യണേ ഒന്ന് നോക്കി. അതിൽ ഓരോ പാർട്ടിക്കിൾ എങ്ങനെ വൈബ്രേറ്റ് ചെയ്യണേ? മേളിലേക്കും താഴേക്കും അല്ലെ? എല്ലാവരും അല്ലേ? വേവ് എങ്ങോട്ടാ പോണേ? വേവ് റൈറ്റിലേക്കാണ്, ശരിയല്ലേ? വേവ് പോകുന്നത് എങ്ങോട്ടേക്കാ? റൈറ്റിലേക്ക്. ആ എനർജി പാസ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ റൈറ്റിലേക്കാണ് പാസ് ചെയ്ത് പോകുന്നത് അല്ലെ? പാർട്ടിക്കിൾ പക്ഷെ വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാ? മേളിലേക്കും താഴേക്കുമാണ്, ശരിയല്ലേ? അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോട്ടോ. ഇവിടെ അപ്പൊ നമുക്ക് എന്ത് പറയാം? ട്രാൻസ്വേഴ്സ് വേവ്. ഇതാണ് ട്രാൻസ്വേഴ്സ് വേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ട്രാൻസ്വേഴ്സ് വേവില് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്ന മേളിലേക്കും താഴേക്കും ആയിരിക്കും, ബട്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് റൈറ്റ് സൈഡിലേക്കായിരിക്കും. ഓക്കെ, ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. എവിടെ ശ്രദ്ധിച്ചു. ഓക്കെ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ ദാ അല്ലെ, വേവ് ഉണ്ടാവണത് നമ്മൾ കണ്ടു അല്ലെ? വേവ് ഇങ്ങനെയാണല്ലോ പോണത്. വേവ് ഇങ്ങനെയാണ് പോണത് അല്ലെ? വേവ് ഇങ്ങനെ പോവാണ്, റൈറ്റ് സൈഡിലേക്ക് പോയി അല്ലെ? പാർട്ടിക്കിൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന എങ്ങോട്ടേക്കാ? പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്ന എങ്ങോട്ടേക്കാ? മേളിലേക്കും താഴേക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദാ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചോട്ടാ. പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് വേവ് ട്രാവൽ ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണെന്ന് നമുക്ക് പറയാം. ഇതാണ് അതിന്റെ ഡെഫിനിഷൻ വരിക കേട്ടോ. പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് ചോദിച്ചാൽ എഴുതുക, പാർട്ടിക്കിൾ വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. പാർട്ടിക്കിൾ വൈബ്രേറ്റ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഓസിലേറ്റ്, ഏത് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. പാർട്ടിക്കിൾ വൈബ്രേറ്റ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഓസിലേറ്റ് പെർപെൻഡിക്കുലർ. ഇങ്ങനെ എഴുതിയ പെർപെൻഡിക്കുലർ എന്നാട്ടോ വായിക്കുക, അല്ലെങ്കിൽ എഴുതിക്കോ പെർപെൻഡിക്കുലർ തന്നെ എഴുതിക്കോ. പെർപെൻഡിക്കുലർ ടു ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ടു ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. വേവ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ, വേവ് ട്രാവൽ ചെയ്യുന്നതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുക. ഓക്കെ, ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി ക്ലാരിറ്റി ആണ്. അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ ഓഫ് വേവ് എന്നെങ്കിലും മിനിമം പറയാം കേട്ടോ. പ്രൊപ്പഗേഷൻ ഓഫ് വേവ്, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ കുറച്ചുകൂടി കറക്റ്റ് ആണ്. അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് വേവ്, ഡയറക്ഷൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് വേവ് ഒന്നും കുഴപ്പമില്ല. ഓക്കെ, പ്രൊപ്പഗേഷൻ ആണ്, പ്രൊപ്പഗേഷൻ എ ആണേ. ഓക്കെ, അപ്പൊ പാർട്ടിക്കിൾ ഓസിലേറ്റ് പെർപെൻഡിക്കുലർ ടു ദ പ്രൊപ്പഗേഷൻ ഓഫ്, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് എന്ന് പറയും. ഇനി ഇവിടെ രണ്ടാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ഈ വേവ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ഒരു ഫിഗർ വരയ്ക്കാം. ഓക്കെ, എങ്ങനെയാണല്ലോ വേവ് ഫോം ചെയ്യുന്നത് അല്ലെ? ആ വേവ് പോകുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ വേവ് പോകുമ്പോ ഈ രണ്ട് പോയിന്റ് ഉണ്ടല്ലോ, ഈ പീക്ക് പോയിന്റ് ഉണ്ടല്ലോ, ഈ പീക്ക് പോയിന്റ് അതുപോലെ താഴെയും ഒരു പീക്ക് പോയിന്റ് ഉണ്ടല്ലോ. താഴേക്ക് നോക്കുവാണെങ്കിൽ ഏറ്റവും താഴത്തെ പോയിന്റ്, ഇത് ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് അല്ലെ? ഈ പോയിന്റുകളെ നമ്മൾ ഒരു പേര് വിളിക്കും. എന്താണെന്നറിയോ? ഇതിനെ വിളിക്കുന്നത് ക്രസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ആ മേളിലുള്ളതിനെ നമ്മൾ വിളിക്കുന്നത് ക്രസ്റ്റ് എന്നാണ്. ക്രസ്റ്റ്. ഈ താഴെയുള്ളതിനെ നമ്മൾ വിളിക്കുന്നത് ട്രഫ് എന്നാണ്. ഈ വാക്കുകൾ പഠിച്ചു വെച്ചോളൂ കേട്ടോ. മുകളിലുള്ളതിനെ വിളിക്കുന്നത് ക്രസ്റ്റ് എന്നും താഴെയുള്ളതിനെ വിളിക്കുന്നത് ട്രഫ് എന്നുമാണ്. എലവേറ്റഡ് പോർഷൻ ആണ് ട്രഫ്. അപ്പൊ ഇതിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ് കേട്ടോ. ക്രസ്റ്റ് ആൻഡ് ട്രഫ് വിൽ ബി ഫോംഡ്. അടുത്തൊരു പോയിന്റ് ആയിട്ട് എഴുതിക്കോ. ചിലപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നതും ഈ ട്രാൻസ്വേഴ്സും തമ്മിലുള്ള ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എലവേറ്റഡ് ആയിട്ടുള്ള പോയിന്റുകളെയാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. എലവേറ്റഡ് പോർഷൻ.
ആൻഡ് ട്രഫ്. ട്രഫ് എന്ന് പറഞ്ഞാൽ ഈ താഴേക്ക് വന്നിട്ടുള്ള പോർഷൻ ആണ്, അല്ലെങ്കിൽ ലോവസ്റ്റ് പോർഷൻ എന്ന് പറയാം. ലോവസ്റ്റ് പോർഷൻ വിൽ ഫോംഡ്. അപ്പൊ എന്തൊക്കെയാണ് ട്രാൻസ്വേഴ്സ് വേവിന്റെ പ്രത്യേകത? ഒന്ന്, അത് ഉണ്ടാവണത് പാർട്ടിക്കിള് എന്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ? വേവിന് പെർപെൻഡിക്കുലർ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ്. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവണ വേവില് എന്തൊക്കെ ഫോം ചെയ്യും? ക്രസ്റ്റും ഫോം ചെയ്യും, ട്രഫും ഫോം ചെയ്യും. ഇനി അടുത്ത ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ വേവ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് മീഡിയത്തിൽ പ്രഷർ വേരിയേഷൻ ഇല്ല. നോ പ്രഷർ വേരിയേഷൻ ഒക്കോർ ഇൻ ദ മീഡിയം. നോ പ്രഷർ വേരിയേഷൻ ഒക്കർ ഇൻ മീഡിയം. ഇതെന്താന്ന് ഞാൻ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് പറഞ്ഞുതരാം. തൽക്കാലം ഒന്ന് എഴുതി വെച്ചാൽ മതി. നോ പ്രഷർ വേരിയേഷൻ ഒക്കർ ഇൻ ദ മീഡിയം. മീഡിയത്തിൽ പ്രഷർ വേരിയേഷൻ ഇല്ല. ഇനി അടുത്ത ടൈപ്പ് ഓഫ് വേവ് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, ഇവിടെ ഈ വേവ് നമ്മൾ നേരത്തെ ഒരു വേവ് കണ്ടില്ലായിരുന്നു? അതിന്റെ കൂടെ തന്നെ താഴെ ഞാനൊരു വേവ് കാണിച്ചില്ലേ? ആ വേവിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ട ഈ താഴെ രണ്ടാമത് കാണുന്നത് കണ്ട? ഓക്കെ, ഈ ടൈപ്പ് ഓഫ് വേവ് ആണ്. അതായത് ഇവിടെ പാർട്ടിക്കിൾ എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന നോക്കി. പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് മുന്നോട്ടും പുറകോട്ടുമാണ് അല്ലെ? റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കുമാണ് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ വേവ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങോട്ടേക്കാ? അതും റൈറ്റിലേക്കാണ്. ശരിയല്ലേ? അല്ലെ? പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതും റൈറ്റിലേക്കാണ്, അല്ലെങ്കിൽ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കുമാണ്. അതേ ഡയറക്ഷനിൽ തന്നെയാണ് എന്ത് ട്രാൻസ്ഫർ ആവുന്നത്? വേവ് ട്രാൻസ്ഫർ ആവുന്നത്. ഓക്കെ, ഞാൻ ഇതിലേക്കൊന്ന് എടുത്തു വരയ്ക്കാം. ഓക്കെ, ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിൽ ഓരോ പാർട്ടിക്കിളും വൈബ്രേറ്റ് ചെയ്യുന്നത് മുന്നോട്ടും പുറകോട്ടുമാണ്. വേവ് ട്രാൻസ്ഫർ ചെയ്യുന്നതും മുന്നോട്ടും പുറകോട്ടുമാണ് പാർട്ടിക്കിൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. വേവ് ട്രാൻസ്ഫർ ചെയ്യുന്നത് മുന്നോട്ട്. അപ്പൊ ഇത് രണ്ടും പാരലൽ ആണെന്ന് എനിക്ക് പറയാം കേട്ടോ. അപ്പൊ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതുക. പാർട്ടിക്കിൾ വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. പാർട്ടിക്കിൾ വൈബ്രേറ്റ് പാരലൽ ടു ദ direction of propagation of wave. Direction of propagation of wave. Direction of propagation of wave. ഓക്കെ, ഇതിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഉണ്ടാകുന്ന ഈ വേവിനെ നമ്മൾ വരച്ച് കാണിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ ട്രാൻസ്വേഴ്സ് വേവ് നമ്മൾ എങ്ങനെ വരച്ച് കാണിച്ചതാ? ഇതുപോലെയായിരുന്നു വരച്ച് കാണിച്ചത് അല്ലെ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവിലേക്ക് വരുമ്പോൾ അത് വരച്ച് കാണിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ശ്രദ്ധിച്ചോട്ടോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ വേവില് ആദ്യം ചേർത്ത് വരയ്ക്കണം. കുറച്ച് വരകൾ ചേർത്ത് വരയ്ക്കണം. നമ്മൾ സൗണ്ട് ഒക്കെ കാണിക്കില്ല, ഇങ്ങനെ സൗണ്ടിനെ കാണിക്കില്ല, അതുപോലെ കുറച്ച് വരകൾ ചേർത്ത് വരയ്ക്കണം. എന്നിട്ട് കുറച്ച് വരകൾ അകത്തി വരയ്ക്കണം. പിന്നെ ചേർത്ത് വരയ്ക്കണം, പിന്നെ അകത്തി വരയ്ക്കണം, പിന്നെ ചേർത്ത് വരയ്ക്കണം, പിന്നെ അകത്തി വരയ്ക്കണം. ഇങ്ങനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെ കാണിക്കുക. ഓക്കെ, അതായത് ചില സ്ഥലങ്ങളിൽ എന്തുണ്ടാവും? പാർട്ടിക്കിൾ വളരെ ക്ലോസ് ആയിട്ട് പ്രഷർ കൂടിയ റീജിയൻ ഉണ്ടാവും. ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചില സ്ഥലങ്ങളിൽ ഇതിങ്ങനെ കണ്ടോ, ക്ലോസ് ആയിട്ടിരിക്കുന്നില്ലേ? പാർട്ടിക്കിൾ വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്നുണ്ട്. ഈ സ്ഥലങ്ങളെ അതുപോലെ ചില സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് കാണാൻ പറ്റും? പാർട്ടിക്കിൾ വളരെ വൈഡ് ആയിട്ട്, അതായത് പ്രഷർ കുറഞ്ഞ റീജിയൻ ഉണ്ടാവുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് കംപ്രഷൻ. ഈ പാർട്ടിക്കിൾ ചേർന്നിരിക്കുന്ന സ്ഥലത്തെ വിളിക്കുന്നതാണ് കംപ്രഷൻ. അകന്നിരിക്കുന്ന സ്ഥലത്തെ വിളിക്കുന്നതാണ് റെയർഫാക്ഷൻ. കംപ്രഷൻ, റെയർഫാക്ഷൻ, കംപ്രഷൻ, റെയർഫാക്ഷൻ. ഇങ്ങനെയാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സി ഫോർ കംപ്രഷൻ, ആറ് റെയർഫാക്ഷൻ. അപ്പൊ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം. ഇവര് തമ്മിലുള്ള ഈ രണ്ട് വേവുകൾ തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ കംപ്രഷൻ ആൻഡ് റെയർഫാക്ഷൻ വിൽ ബി ഫോംഡ്. Compression and rarefaction will be formed. ഇപ്പൊ എന്താണ് കംപ്രഷൻ എന്ന് പറഞ്ഞാൽ? മോർ പ്രഷർ അല്ലെ? കൂടുതൽ പ്രഷർ ഉള്ള റീജിയൻ, അതായത് കൂടുതൽ ചേർന്നിരിക്കുന്നു, അതാണ് കൂടുതൽ പ്രഷർ.
റയർ ഫ്രാക്ഷനിൽ പ്രഷർ കുറഞ്ഞ റീജിയൻ ആണ്, ലെസ് പ്രഷർ. അപ്പൊ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അവിടെ ഒരു മീഡിയത്തില് പ്രഷർ വേരിയേഷൻ ഉണ്ടാവും. ചില സ്ഥലത്ത് പ്രഷർ കൂടുതലാണ്, ചില സ്ഥലത്ത് പ്രഷർ കുറവാണ്. അതാണ് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, പ്രഷർ വേരിയേഷൻ ഇൻ മീഡിയം. മറ്റതിൽ ഇങ്ങനെ പ്രശ്നമില്ല. പ്രഷർ വേരിയേഷൻ ഇൻ മീഡിയം, പ്രഷർ വേരിയേഷൻ ഇൻ മീഡിയം. മറ്റതിൽ ഇങ്ങനെ ഒരു പ്രഷർ വേരിയേഷൻ ഇല്ല. പ്രശ്നമില്ല അല്ല, പ്രഷർ വേരിയേഷൻ മറ്റതിലില്ല, ഇവിടെയുണ്ട്. ഓക്കെ, ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഹിയർ ദയർ ഈസ് എ പ്രഷർ, കാരണം ഇവിടെ പ്രഷർ കൂടി, ഇവിടെ പ്രഷർ കുറഞ്ഞു, ഇവിടെ പ്രഷർ കൂടി കുറഞ്ഞു, അല്ലെ? അങ്ങനെയാണല്ലോ ഈ വേവ് ഉണ്ടാവണം, ഈ വേവ് ട്രാൻസ്ഫർ ചെയ്യുന്ന അങ്ങനെയാണല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എങ്ങനെയാ, ഓരോ പാർട്ടിക്കിളും മേളിലേക്കും താഴേക്കുമാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. വേവ് മുന്നോട്ടാണ് പോകുന്നത്. അപ്പൊ പാർട്ടിക്കിളിന്റെ വൈബ്രേഷനിൽ അവിടെ ഒരു പ്രഷറിന്റെ വേരിയേഷൻ ഉണ്ടാകുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, എക്സാമ്പിൾ സൗണ്ട് കേട്ടോ, ഇതിന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് എക്സാമ്പിൾ ആണ് സൗണ്ട് വേവ്സ്. വേണേ എഴുതി വെക്കുകയാണെന്നല്ല, സൗണ്ട് വേവ്സ് ഇതുപോലെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സൗണ്ട് വേവ്സ് മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ, എഴുതിയാൽ മതി. ഇതുപോലെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതായത് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ചില സ്ഥലങ്ങളിൽ പ്രഷർ കൂടിയ റീജിയനും ചില സ്ഥലങ്ങളിൽ പ്രഷർ കുറഞ്ഞ റീജിയനും വരുന്ന രീതിയിൽ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്. ഫോമിങ് ഓൾട്ടർനേറ്റിംഗ് കംപ്രഷൻ ആൻഡ് റെയർഫാക്ഷൻ കേട്ടോ. അത് എഴുതണ്ടല്ലോ, മനസ്സിലായില്ലേ? അതായത് കംപ്രഷനും റെയർഫാക്ഷനും ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് സൗണ്ട് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നു, നമ്മുടെ ഇയർ ഡ്രമ്മിൽ ചെന്ന് ഇടിക്കുന്നു. സൗണ്ട് ഇയർ ഡ്രമ്മിൽ ചെന്ന് ഇടിക്കുമ്പോൾ ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞാണ്, ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്തിട്ടാണ് ആ സൗണ്ട് നമ്മൾ കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? എന്താണ് വേവ് എന്ന് പഠിച്ചു, വേവ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് പഠിച്ചു, വേവിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. 2 ടൈപ്പ് ഓഫ് വേവ് ആണുള്ളത്, മനസ്സിലാക്കുക. 2 ടൈപ്പ് ആയിട്ട് വേവിനെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ടൈപ്പിൽ ആരൊക്കെ വരുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവും മെക്കാനിക്കൽ വേവും. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് മീഡിയം ആവശ്യമുള്ളത്, മെക്കാനിക്കൽ വേവ് മീഡിയം ആവശ്യമില്ലാത്തത്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഏതായിരുന്നു? ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവും. എന്താ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ? പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് വേവിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. എന്താ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞാൽ? പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് വേവിന്റെ ഡയറക്ഷന് പാരലൽ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ എലോങ് ആയിട്ടായിരിക്കും, അല്ലെ? എലോങ് ദ ഡയറക്ഷൻ ഓഫ് വേവ് ആയിരിക്കും. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂമറിക്കല് വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.